പുന്നപ്രക്കാരായ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകൾ, ബന്ധുക്കൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെയുള്ള ആളുകളെ ആണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം, അതായത് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, ആ സമയക്രമം പാലിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പെട്ടെന്ന് തന്നെ ഇപ്പോൾ പൊതുദർശനത്തിനുള്ള അവസരം ഉണ്ടാവും. ഇപ്പോൾ കണ്ട ആളുകൾക്ക് വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രമേ അവസരമുള്ളൂ. കോൺഗ്രസ് നേതാക്കളടക്കം കണ്ടതിന് ശേഷം പുറത്തേക്ക് പോയി, പൊതുദർശനത്തിന് ശേഷം പുറത്തേക്ക് പോയി. ഇനി പെട്ടെന്ന് തന്നെ ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് പൊതുദർശനത്തിനുള്ള അവസരമായിട്ടില്ല. അതിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അത് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെല്ലാം അക്ഷമരായി കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ വീടിനകത്താണുള്ളത്. വി എസിന്റെ ഭൗതിക ശരീരം വീടിനകത്താണുള്ളത്. അവിടെ അടുത്ത ബന്ധുക്കൾ, അതുപോലെ തന്നെ നാട്ടുകാർ തുടങ്ങിയ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ മടങ്ങുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളും വി എസിനെ കണ്ടു കഴിഞ്ഞു. പ്രമുഖരായ നേതാക്കൾ തുടരുന്നുണ്ട്, ചിലരെങ്കിലും മടങ്ങിപ്പോകുന്നുണ്ട്. ഇവിടെ പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും ഇത് തീർക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ തുടർന്ന് അങ്ങോട്ടുള്ള ക്രമീകരണങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കൂ. 6 മണിക്ക് മുൻപ് സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അത് നടപ്പാകണം എങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ കാര്യങ്ങൾ പെട്ടെന്ന് ആവേണ്ടതുണ്ട്. ഇപ്പോൾ റെഡ് വോളണ്ടിയർമാർ നിയന്ത്രിക്കുന്നുണ്ട്. പെട്ടെന്ന് ആളുകളെ കടത്തി വിടുന്നുണ്ട്. ഞാനിങ്ങനെ വന്നപ്പം തൊട്ട് ശ്രദ്ധിക്കായിരുന്നു, ഓരോ ഇതളുകൾ എടുത്ത് വെക്കുമ്പോഴും ചേട്ടൻ ആ ഒരു ചിട്ടയും കണിശതയും ഒക്കെ പാലിച്ച് തന്നെ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ ചിത്രകാരനാണ്. എനിക്ക് എൻ്റേതായിട്ടൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്നൊരു വികാരം നമുക്കുണ്ടല്ലോ. വി എസിൻ്റെ ചുടുകാടിൽ സംസ്കാരത്തിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ചിതയ്ക്ക് ചുറ്റുമായി പൂക്കൾ കൊണ്ട് വി എസ് എന്ന് എഴുതി ചേർക്കുകയാണ് കലാകാരന്മാർ. അവരുടെ അഭിവാദ്യം ആ നിലയിലാണ്. അവിടെ ഇപ്പോൾ തന്നെ ആളുകൾ തടിച്ചുകൂടി കഴിഞ്ഞു. വലിയ ചുടുകാടിലടക്കം പ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ട്. പോലീസ് ഗ്രൗണ്ടിലും ഇനി DC ഓഫീസിലുമാണ് ഇനിയുള്ള പൊതുദർശനം. ഇപ്പോൾ ബന്ധുക്കൾക്കൊരു 10 മിനിറ്റ് അനുവദിച്ച ശേഷം അവിടെ കൂടിയിട്ടുള്ള ആദ്യം അവിടുത്തെ നാട്ടുകാർക്കുമൊക്കെ അദ്ദേഹത്തെ കാണാനുള്ള അവസരമാണ്. പക്ഷേ വീട്ടിന് പരിസരത്ത് തന്നെ വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നുണ്ട്. അവരെല്ലാം കണ്ട് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ് അല്ലേ അഭിലാഷ്? പുറത്ത് ആളുകൾക്ക് പൊതുദർശനത്തിലൊരു സൗകര്യം ഒരുക്കുകയാണല്ലേ, പുറത്തേക്ക് കൊണ്ടുവരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വി എസ് ഒരുക്കാണ്. അതായത് അവിടെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതായത് വി എസ് വേലിക്കകം വീടിന്റെ അകത്തളം വിട്ട് ഇറങ്ങുകയാണ്. 10,000-കണക്കിന് മനുഷ്യരിവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ ഈ അദ്ദേഹത്തെ ഒന്ന് അവസാനമായി കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. ഇപ്പോൾ വീട്ടിന്റെ മുറ്റത്ത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പൊതുദർശനം. പൊതുദർശനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അത്രയും വലിയ ക്യൂ ഉള്ളത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിൽ നിന്ന് ഇറക്കുകയാണ്. അതിനുശേഷം ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ വേഗത്തിൽ കടത്തിവിടും. ഒരു നൊടിയുടെ കാണാൻ, ഒരു നോട്ടം കാണാൻ മാത്രമേ അവസരമുള്ളൂ. ഇപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം വീടിന്റെ വാതിൽ കടന്ന് പുറത്തേക്ക് വരുന്നത് കാണുന്നുണ്ടാവുമല്ലോ. പൊതുദർശനം അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. പുറത്തേക്ക് വി എസിന്റെ ഭൗതിക ശരീരം ഇറക്കുകയാണ്. വീടിന്റെ അകത്തളം വിട്ട് അവസാനമായി PS അച്യുതാനന്ദൻ. വികാരനിർഭരമാണ് ഇവിടെ രംഗങ്ങൾ. വി എസ് 1960-കളിലാണ് ഈ വീട് വാങ്ങുന്നത്. ഭാര്യ ബസുമതി ഇവിടെ ബീച്ച് ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന സമയത്ത്, വിവാഹശേഷം ഇവിടെ കുടുംബമായതിനു ശേഷമാണ് വി എസ് ഈ വീട് വാങ്ങുന്നത്. അന്ന് മുതൽ വി എസിന്റെ അഡ്രസ്സായിരുന്നു, വി എസിന്റെ വിലാസമായിരുന്നു വേലിക്കകം. വി എസ് അച്യുതാനന്ദന്റെ VS എന്നുള്ളത് വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ എന്നുള്ളതാണ്. പക്ഷേ വേലിക്കകം അദ്ദേഹത്തിന്റെ പേര് പോലെ ചേർന്ന് കിടന്ന ഒന്നാണ്. ആ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് വി എസ് ഇറങ്ങുകയാണ്. ഈ 100-കണക്കിന് മനുഷ്യർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുണ്ട്. അവരുടെ അശ്രുപൂജ വി എസ് ഏറ്റുവാങ്ങും. അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള യാത്രയാണ്. ആയിരങ്ങളുടെ അന്തിമാഞ്ജലി ഏറ്റുവാങ്ങുകയാണ് വി എസ് അച്യുതാനന്ദൻ. ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വി എസിനെ കാണണമെന്ന ഒറ്റ ആഗ്രഹത്താൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്ന് അനേക മണിക്കൂർ കാത്തുനിന്ന മനുഷ്യരുണ്ട്. അവർ